ഹായ് സ്റ്റാർ ക്ലൗഡ് ആണ് കേട്ടോ. കുറേ പേര് കമൻ്റ് ഇട്ടു ഒരു റൂം ടൂർ ചെയ്യാമോ എന്നുള്ളത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ റൂം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിൽ എന്താ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി ഞാൻ എൻ്റെ റൂമിൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്റ്റഡി പ്ലേസും അതുപോലെ തന്നെ ചെറിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റിയ ഒരു ചെറിയ രീതിയിലുള്ളൊരു സ്റ്റുഡിയോ റൂമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റുഡിയോ പ്ലേസുമാണ് ആക്ച്വലി എൻ്റെ റൂമിലുള്ളത്. പക്ഷെ കുറേ പേര് എനിക്ക് കമൻറ്റുകൾ ഇട്ടു ഒരു റൂം ടൂർ ചെയ്യാവോ ചേച്ചി എന്നും പറഞ്ഞിട്ട്. ആക്ച്വലി ചേച്ചിന്ന് വിളിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ 9ലാണ് പഠിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡിസ്ട്രിക്റ്റാണ് എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് അത് ലാസ്റ്റായിട്ട് പറയാം. ഞാൻ എവിടെയാണെന്നുള്ളതും ഒക്കെ ഞാൻ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നൊക്കെ ഉള്ളതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അറിയാൻ വേണ്ടി തുടങ്ങിയത്, അതായത് നിങ്ങൾ എന്നെ അറിയാൻ വേണ്ടി തുടങ്ങിയത് ഇതുപോലെ ജേർണൽസൊക്കെ ചെയ്ത സമയത്താണ്. ഇതിൽ ആ നടുക്കിരിക്കുന്ന ആ ഒരു ബുക്കുണ്ടല്ലോ, ആ ബുക്കിലാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ജേർണലിൽ ചെയ്തത്. ആ ജേർണലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് ആക്ച്വലി ഞാൻ നിങ്ങളിലേക്ക് വന്നതൊക്കെ. പിന്നീടാണ് ഞാൻ 3 ജേർണൽ ഡയറി ഉണ്ടാക്കി 2026ലേക്കും പിന്നെ ഒരു ചെറിയൊരു വിൻറ്റേജ് ലുക്കൊക്കെ വരുന്ന പോലത്തെ ഒരു ജേർണൽ ഡയറി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ആക്ച്വലി എനിക്ക് 9th എക്സാം ആക്ച്വലി കുറച്ച് ടഫൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ റൂം ടൂർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് സഹായിച്ചും ഷെയർ ചെയ്തും ഒന്ന് കമൻറ്റുകൾ ചെയ്തും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങൾ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആരാന്നും എന്താണെന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവരുടെ റൂമിലും ഇങ്ങനെയായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എന്തായത് അപ്പം അങ്ങനെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ ബുക്കും നമ്മളുടെ മുറി തന്നെ ആക്ച്വലി വേറൊരു മൈൻഡിലേക്കാണ് പോവുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസമായിട്ട് ഫുള്ള് നമ്മൾ പഠിത്തത്തിലേക്കാണ് ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൂടുതൽ ടൈം നമ്മൾ റൂമിലേക്ക് ചിലവഴിക്കാനോ ഇതുപോലെ ക്ലീനിങ് ഡ്യൂട്ടിയിലേക്കോ അങ്ങനെയൊന്നും നമ്മൾ അത്ര അല്ലാത്തത് കൊണ്ട് നമ്മൾ റൂം ഇച്ചിരി മോശകരമായിരിക്കും. കാരണം വെക്കേഷൻ ടൈമാണല്ലോ, പിന്നെ കസിൻസൊക്കെ വരുന്നു, അടിച്ച് വാരി തകർക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഞാനിങ്ങനെ പറയാനുള്ള കാരണവും. സത്യം പറഞ്ഞാൽ എക്സാം പേപ്പേഴ്സൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തല കറങ്ങി വീണു ഗൈസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എടുത്ത് വെച്ച പല വിഷയങ്ങളും ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ നേരത്ത് കണ്ടപ്പം ഇതിൻ്റെ ആൻസർ ഇതൊക്കെ ആയിരുന്നല്ലേ എന്ന് ഞാൻ ചുമ്മാ അവിടെ നിന്ന് തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയപ്പോൾ ഞാൻ അത് തന്നെയാണ് എഴുതിയത്. ദൈവമേ, അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു മൈൻഡിൽ ആക്ച്വലി ഉള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എല്ലായിടത്തും ഞാൻ മാറ്റി വെക്കാനാണ് ഓർത്തത്. അത് കഴിഞ്ഞിട്ട് ഓർത്തു ടെസ്റ്റുകളൊക്കെ അടിയിലും അതിൻ്റെ മണ്ടയിൽ നോട്ടുകൾ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് കുറച്ച് സ്പേസും കിട്ടും, പക്ഷേ ആ ബുക്കുകൾ അവിടെ ഇരിക്കുകയും ചെയ്യും. എന്തായാലും അമ്മ പറഞ്ഞിട്ടില്ല ബുക്ക് മുഴുവൻ കളയാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആക്ച്വലി സ്കൂൾ അടച്ചതല്ലേ ഉള്ളൂ, അതിന് മുമ്പേ നമ്മളെല്ലാം കളയണമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് എടുത്ത് മാറ്റി. ഇനി ഇതിപ്പോൾ എന്തായാലും ആവശ്യം വരുമെന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും മാത്സിന് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ പോയെന്ന് പറഞ്ഞാൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കുമല്ലോ, മാത്സ് ഇച്ചിരി എനിക്ക് ടഫാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ടഫാണ്. എങ്കിൽ പോലും ഏറ്റവും ടഫ് എന്ന് പറയുന്നത് അത് മാത്സ് തന്നെയാണ്. അങ്ങനെ പല പുസ്തകവും ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും എന്താ പറയുക, കണ്ണൊക്കെ നിറഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്കൊക്കെ ഇനിയിപ്പോൾ നമുക്കൊരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം 9th കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ ആ ബുക്കുകളും അതിലെ നോട്ടുകളും ആ നോട്ട് ബുക്കിലൊക്കെ ബാക്കിലൊക്കെ നമ്മളെ പലതും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചെറിയ രീതിയിലുള്ളൊരു വിഷമമൊക്കെ നമുക്ക് ഉണ്ടാകും. അങ്ങനെ പല സബ്ജക്റ്റും ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചപ്പോഴത്തേനും ആ സബ്ജക്റ്റിൽ ആ ടീച്ചേഴ്സിനെ ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, അടുത്തത് 10th അതേ ടീച്ചേഴ്സ് തന്നെയാണ് വരുന്നതും പഠിപ്പിക്കുന്നതൊക്കെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബുക്ക് എന്ന് പറയുന്നതും ഈ പടം വരയ്ക്കുന്ന ആർട്ട് ബുക്ക് തന്നെയാണ്. അപ്പം ഞാൻ കുറച്ച് എൻ്റെ കലാവിരുന്നുകൾ കാണിക്കുന്നത് വെച്ചിട്ടോ ഞാൻ കാണിച്ചു തന്നത്. ബാക്കി നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മോശം തരമായ ബുക്കുകളൊക്കെ ഉണ്ട്, പിക്ചേഴ്സും ഒക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റോറി ബുക്കാണ്. വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ഡയറി പോലെ എഴുതി വെക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ അവിടെ കുറച്ച് സ്പേസ് വന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഭംഗി എന്ത് ചെയ്യുന്നുള്ളത് ഞാനിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ടേബിളിൽ കുറച്ച് എന്താ പറയുക ഒരു ബോക്സിൽ ഞാൻ കുറച്ച് ഗ്ലൂസ് അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാമെന്ന് ഓർത്തത്. ഗൈസ്, ഇത് വിൻറ്റേജ് പേപ്പർ കേട്ടോ. ഈ വിൻറ്റേജ് പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക്
വിൻറ്റേജ് പേപ്പർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇത് ജേർണലിങ്ങിനും അല്ലാതെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നേരത്തെ ഒരു ചെറിയൊരു രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വിൻറ്റേജ് പേപ്പേഴ്സ് നമുക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളതും. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അറിയില്ലാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് കിട്ടുന്ന ചെറിയ അറിവ് അത് മറ്റുള്ളവരിലേക്കും പകരാന്ന് പറയുന്നത് അതും നല്ലതല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് തരാം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഗ്ലൂ ഒക്കെ ഇട്ട് വെച്ച് ബോക്സൊക്കെ ഇട്ട് വെച്ചു. പിന്നെ ഞാൻ ചെറിയ രീതിയിലൊരു എന്താ പറയുക, ഇങ്ങനെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യുന്ന പോലത്തെ അങ്ങനെയൊക്കെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പം അത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഇതായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഇട്ടാം, അല്ലെങ്കിൽ ഒന്ന് ഇട്ട് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. 2 ബോക്സസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്നിച്ചിരി വലുതും ഒന്നിച്ചിരി കുഞ്ഞതും. അപ്പം ഞാൻ ആ പെട്ടി 2 അവിടെയും വെച്ചു. പിന്നെ എനിക്ക് സ്കെച്ച് ബോക്സ് അതിനകത്ത് നിറച്ച് സ്കെച്ചാണ്. അപ്പം ഞാൻ ആ സ്കെച്ചും അവിടെ വെച്ചു. പിന്നെ വന്നപ്പോഴത്തേനും ടേബിൾ വന്നപ്പോഴത്തേനും ഭയങ്കര രീതിയിലുള്ള മോശകരമായ ദയനീയകരമായ അവസ്ഥയായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഒരു നൈക്ക് പണി കഴിഞ്ഞിട്ടാട്ടോ ഈ വീഡിയോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പകൽ ചെയ്യുന്നതാണ്. എക്സാം കഴിഞ്ഞ് വൈകിട്ടൊന്ന് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് റൂം ജസ്റ്റ് ഒന്ന് അടുക്കി പെറുക്കി വെച്ചായിരുന്നു. പക്ഷെ അത് കൂടാതെ ഞാൻ ഓർത്തു കുറച്ചും കൂടെ അപ്പോഴും ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അതും കൂടെ ചെയ്തേക്കാമെന്ന് ഓർത്തിട്ടാണ് ചെയ്തത്. അങ്ങനെ ജനലൊക്കെ തുറന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഏത് ജില്ലക്കാരി ആയിരിക്കും എന്നുള്ളത്. ഞാനൊരു കമൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ കമൻറ്റിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഏത് ഡിസ്ട്രിക്റ്റാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കമൻറ്റും ചെയ്തിട്ടുണ്ട്, റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഏത് ഡിസ്ട്രിക്റ്റാണെന്നുള്ളത്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്തൊന്ന് നോക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. എങ്കിൽ ഞാൻ പറയാം, ഞാൻ ഇടുക്കിയിലാട്ടോ ആക്ച്വലി ഉള്ളത്. ഇടുക്കി എന്താ പറയുക, കട്ടപ്പന ആ ഭാഗമായിട്ടായിട്ട്, കട്ടപ്പന ഉപ്പുതറ എന്ന് പറയും. ഒരു ചെറിയൊരു സിറ്റിയിൽ അടുത്തായിട്ടാണ് ഞാനിപ്പം താമസിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കണ്ടപ്പോൾ മിക്കവർക്കും തോന്നിയിട്ടുണ്ടാവും ഞാൻ എവിടത്തെ ഉള്ളവരാണ്. അപ്പോൾ ഈ പ്രദേശത്ത് അടുത്തൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കൊരു എൻ്റെ സബ്സ്ക്രൈബർ എന്നൊരു നിലയിൽ നിങ്ങൾക്കൊന്ന് പറയാമല്ലോ, ഞാൻ എൻ്റെ സബ്സ്ക്രൈബറാണ് അങ്ങനെയൊക്കെ പറയാമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. കുറച്ച് ബേസ് ബോക്സസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നീറ്റാക്കി വെച്ചു. പിന്നെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പഠിക്കുമ്പോഴാണെങ്കിൽ ഞാൻ കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെക്കും ഇമ്പോർട്ടൻറ്റ് തിങ്സൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ഗുണകരം ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്കൊരു വലിയ ഡ്രീം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ടെമ്പിൾസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുക്കിയിൽ തന്നെ ജനിച്ചു വളർന്നു. ഇപ്പോഴും ഞാൻ ഇടുക്കിയിൽ തന്നെയാണ്. ഇവിടം വിട്ട് പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കെൻ്റെ ഇഷ്ടപ്പെട്ട നാടെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇടുക്കി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ചെറിയ രീതിയിൽ എൻ്റെ ഒരു ഇൻട്രോ നടത്താമെന്ന് വിചാരിച്ച് കയറി വന്നതാണ്. പക്ഷേ വീടെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ചളി മോന്തയാണെന്ന് ഞാൻ അറിഞ്ഞത്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് നമ്മുടെ റൂം ഒന്നുകൂടെ കാണാം. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബാട്ടോ. അപ്പോൾ അതിൽ എൻ്റെ ഒരു കുഞ്ഞു റൂമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് സംശയങ്ങളും നിങ്ങൾക്കുണ്ടാകും. അതൊക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ വേറൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഉടനെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ റൂമിന് ടാറ്റൊക്കെ കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ